നമുക്ക് മണിരത്നം എന്ന പേരുള്ളൊരു സംവിധായകരുണ്ട്. എന്നാൽ കറുത്ത രത്നം എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഹോളിവുഡിലെ സ്പൈക്ക് ലീ എന്ന് പേരുള്ള നീഗ്രോ അമേരിക്കൻ സംവിധായകനെയാണ്. ഈ സംവിധായകൻ കടന്നു വരുമ്പോൾ പൊതുവെ വെള്ളക്കാർക്കിടയിലുള്ള വർണ്ണവിവേചനം, കറുത്തവരോടുള്ള വർണ്ണവിവേചനത്തിൻ്റെ പല അംശങ്ങളും ഹോളിവുഡിലും നിലനിന്നിരുന്നു. ഇദ്ദേഹം സ്പൈക്ക് ലീ വരുന്നതിന് മുമ്പ് രണ്ട് സംവിധായകന്മാർ മാത്രമാണ് നീഗ്രോ അമേരിക്കനായിട്ട് ഹോളിവുഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവരൊക്കെ വളരെ ലളിതമായ രീതിയിൽ വിഷയത്തെ സമീപിച്ചപ്പോൾ കറുത്തവൻ്റെ അവകാശങ്ങളും കറുത്തവൻ്റെ ഒരു മാനിഫെസ്റ്റോ എന്നുള്ള രീതിയിലേക്ക്, സുവിശേഷം എന്നുള്ള രീതിയിലേക്ക് സ്പൈക്ക് ലീ തൻ്റെ സിനിമകളുടെ യാത്ര ആരംഭിച്ചു. അതത്ര സുഖകരമായിരുന്നില്ല. കാരണം എന്താണെങ്കിൽ ധാരാളമായിട്ടുള്ള എതിർപ്പുകൾ, അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് തിയേറ്റർ കൊടുക്കായിക, കൂട്ടമായ ബഹിഷ്കരണം, അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കുള്ള സാമ്പത്തിക പിന്തുണ പിൻവലിക്കൽ, അങ്ങനെ നിരവധിയായിട്ടുള്ള എതിർപ്പുകളാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പൂർത്തിയായി പുറത്തിറങ്ങിയപ്പോൾ തന്നെ അത് സമൂഹത്തിനുള്ളിൽ വേർതിരിവ് സൃഷ്ടിക്കുന്നു എന്നുള്ള പേരിൽ ആ സിനിമയെ വിമർശിക്കുകയും അതിനെ കാണികളിൽ നിന്ന് അകറ്റുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് 2016 തൻ്റെ അവസാന സിനിമയായ ട്രാവൽ ഓഫ് മൈക്കിൾ ജാക്സൺ എന്ന സിനിമയിലേക്ക് 2016 എത്തുമ്പോൾ സ്പൈക്ക് ലീ ലോകത്തിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ പല സിനിമകൾക്കും കാൻ ഫിലിം ഫെസ്റ്റിവൽ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ കിട്ടുകയുണ്ടായി. ഒരു പ്രതിഭയുടെ യഥാർത്ഥ പ്രതിഭയെ ഒരു വർണ്ണവിവേചനം കൊണ്ടും തടുക്കാൻ കഴിയില്ലെന്ന് സ്പൈക്ക് ലീ തെളിയിച്ചു. നമസ്കാരം.